അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ ചോദിക്കുന്നത് ഫർദ് നോമ്പ് ബാക്കിയുള്ളവർ സുന്നത്ത് നോമ്പ് നോക്കാൻ പാടുണ്ടോ എന്നതാണ്. ഈ ബാക്കിയുള്ളതായ ഈ ഫർദ് നോമ്പ് അതിൻ്റെ അതിനെ എത്ര പെട്ടെന്ന് നോറ്റ് വീടാൻ സാധിക്കുന്നുവോ അത്ര പെട്ടെന്ന് നോറ്റ് വീടുക. ആ നോറ്റ് വീടുന്ന ദിവസത്തിൽ സാധാരണ നോക്കി പതിവുള്ളതായ നോമ്പാണ് തിങ്കളാഴ്ച, വ്യാഴാഴ്ച, എല്ലാ മാസം 13, 14, 15 ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ നോമ്പായി പറഞ്ഞതായ നോമ്പുകളാണല്ലോ. ആ നോമ്പുകൾ നോറ്റ് പരിചയമുള്ള ആളാണെങ്കിൽ ആ നോമ്പുകൾ അടുത്ത റമദാനിന് മുമ്പ് വരുന്നതായ ദിവസങ്ങളിൽ നോമ്പ് നോക്കുമ്പോൾ ഫർളായ ശേഷിക്കുന്ന നോമ്പിൻ്റെ നിയ്യത്തോടു കൂടിയാണ് നോക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഫർളായ നോമ്പ് വീട്ടിയ കൂലിയും കിട്ടും. അഥവാ ബാധ്യത നിർവഹിച്ച ആളായി മാറുകയും ചെയ്യും. അതോടൊപ്പം അദ്ദേഹം സാധാരണ നോക്കി പരിചയമുള്ള സുന്നത്തിൻ്റെ കൂലിയും കിട്ടും. അപ്പോൾ ഏറ്റവും ഉത്തമമായ രീതി ഈ വരാൻ പോകുന്ന ദിവസങ്ങളിലൂടെ അടുത്ത റമദാനിന് മുമ്പായിട്ട് സാധാരണ നോക്കാറുള്ളതായ വ്യാഴാഴ്ച നോമ്പ്, തിങ്കളാഴ്ച നോമ്പ്, അല്ലെങ്കിൽ ഒരു മാസത്തിലുള്ള 13, 14, 15 അയ്യാമുൽ ബീദ് നോമ്പ്, അതൊക്കെ നോക്കി പതിവുള്ള ആളാണെങ്കിൽ അത് നോക്കുന്ന സന്ദർഭത്തിൽ ഫർദിനെ കരുതിയാൽ, ഫർദിൻ്റെ നിയ്യത്തോടു കൂടി നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഫർദ് വിടുകയും ചെയ്യും, സുന്നത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഈ ഫർദ് നോമ്പ് ബാക്കിയുള്ള ആൾക്ക് സുന്നത്ത് പാടില്ല എന്ന നിഗമനം അത് ആർക്കാണെന്നറിയാമോ? അടുത്ത റമദാനിന് മുമ്പ് ശേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മേലിൽ നിർബന്ധമായ ഫർദ് നോമ്പിൻ്റെ അത്ര ദിവസം മാത്രമേ ഉള്ളൂ എങ്കിൽ, അഥവാ ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് 15 ദിവസം നോമ്പ് നോക്കാൻ ബാക്കിയുണ്ട്. അടുത്ത റമദാൻ വരാൻ 15 ദിവസമേ ഉള്ളൂ. അവൻ ഇതുവരേക്കും കഴിഞ്ഞ റമദാൻ്റെ നോമ്പ് ഖളാ വീട്ടിയിട്ടില്ല എങ്കിൽ ശേഷിക്കുന്ന 15 ദിവസം അവൻ സുന്നത്ത് നോമ്പ് നോക്കാൻ പാടുള്ളതല്ല. അവൻ ആ 15 ദിവസം അവൻ്റെ ഫർളായ നോമ്പ് തന്നെ നോക്കി വിടേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഈ ഫർള് നോമ്പ് നോക്കുന്ന ദിവസങ്ങളിൽ സാധാരണ നോക്കാറുള്ള തിങ്കളാഴ്ച, വ്യാഴാഴ്ച, എല്ലാ മാസത്തിലുള്ള 13, 14, 15 നോമ്പ് നോക്കാറുള്ള ആളാണെങ്കിൽ ആ ഫർള് നോമ്പിൻ്റെ നിയ്യത്തോടു കൂടി ആ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന് സുന്നത്തിൻ്റെ പ്രതിഫലം ഫർളോടു കൂടി ലഭിക്കുന്നതാണ്. അതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും.